ഹായ്, നമസ്കാരം. ശ്രീ സായി സച്ചരിതം അധ്യായം 31. ബാബയുടെ സാന്നിധ്യത്തിൽ അന്ത്യശ്വാസം വലിക്കാൻ. 1. സന്യാസി വിജയാനന്ദ്. 2. ബൽറാം മങ്കാർ. 3. നൂൽക്കാർ. 4. ഒരു പുലി. മുഖവുര. ആസന്ന മരണനായ ഒരാളുടെ അന്ത്യനിമിഷത്തെ ചിന്താഗതിയാണ് അയാളുടെ ഭാവിയെ കുറിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ, ഏതൊരുത്തൻ അന്ത്യനിമിഷത്തിൽ എന്നെ സ്മരിക്കുന്നുവോ അവൻ നേരെ എന്നിലേക്ക് എത്തുന്നു. വേറെ ഏതിലാണോ അവൻ ശ്രദ്ധ പതിപ്പിക്കുന്നത് അതിലേക്ക് അയാളുടെ ജീവൻ ചെന്നുചേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അന്ത്യനിമിഷത്തിൽ എന്ത് സദ്വിചാരമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു രൂപവുമില്ല. കാരണം പലപ്പോഴും പല കാരണങ്ങളാലും അന്നേരം നാം ഭയപ്പെടാനും ഭീകരത അനുഭവിക്കാനുമാണ് സാധ്യത. അതുകൊണ്ട് അന്ത്യനിമിഷത്തിൽ സദ്വിചാരങ്ങളിലേക്ക് മനസ്സിനെ നയിക്കാൻ ചിരകാല പരിശ്രമം തന്നെ വേണ്ടിവരുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാ ഋഷീശ്വരന്മാരും സദാസമയവും നാമം ജപിക്കാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വന്നാൽ അന്ത്യനിമിഷത്തിൽ മനസ്സ് പതറിപ്പോകുന്നതല്ല. ഭക്തന്മാർ അങ്ങനെ സർവവും ഋഷീശ്വരന്മാരിൽ അർപ്പിച്ചാൽ അവസാന നിമിഷം വരെ ഋഷിമാർ അവരെ നയിക്കുന്നതാണ്. ചില ഉദാഹരണങ്ങൾ താഴെ പറയാം. 1. വിജയാനന്ദ്. മദ്രാസി സന്യാസി വിജയാനന്ദ് മാനസ സരസിലേക്ക് തീർത്ഥയാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ബാബയുടെ പ്രശസ്തി കേട്ട് അദ്ദേഹം ഷിർദിയിൽ വന്നു. അവിടെ വെച്ച് ഹരിദ്വാറിലെ സോമദേവ് സ്വാമിയെ കാണുകയും അദ്ദേഹത്തോട് മാനസ സരസിലേക്കുള്ള യാത്രയുടെ വിവിധ വശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. സ്വാമി അയാളോട് മാനസ സരസ് ഗംഗോത്രിയിൽ നിന്ന് 500 നാഴിക അകലെയാണെന്നും വഴി വളരെ വിഷമം പിടിച്ചതാണെന്നും മഞ്ഞു മൂടിയതാണെന്നും ഓരോ 150 നാഴിക പോയാലും ഭാഷ മാറുമെന്നും ഭൂട്ടാനിലെ ജനങ്ങൾ വളരെ സംശയാലുക്കളാണെന്നും അവർ തീർത്ഥാടകർക്ക് അത്യധികം വിഷമം സൃഷ്ടിക്കുമെന്നും പറഞ്ഞുകൊടുത്തു. ഇതു കേട്ട് സന്യാസി നിരാശനായി യാത്ര വേണ്ടെന്നു വെച്ചു. അദ്ദേഹം ബാബയുടെ അടുക്കൽ പോയി നമസ്കരിച്ചപ്പോൾ ബാബ അദ്ദേഹത്തോട് കോപിച്ച്, ഈ കൊള്ളരുതാത്ത സന്യാസിയെ ആട്ടിപ്പുറത്താക്കുവിൻ, അയാളുടെ സംസർഗം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു. സന്യാസിക്ക് ബാബയുടെ സ്വഭാവം അറിയില്ല. അയാൾ മനസമാധാനമില്ലാതെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാൻ അവിടെ തന്നെ ഇരുന്നു. അന്നേരം രാവിലത്തെ ദർബാർ നടക്കുകയായിരുന്നതിനാൽ മസ്ജിദ് നിറയെ പുരുഷാരമായിരുന്നു. ബാബയെ ഭക്തർ പല വിധത്തിലും ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചിലർ പാദം കഴുകിക്കുന്നു, ചിലർ പാദതീർത്ഥം എടുത്ത് സേവിക്കുന്നു. അങ്ങനെ പലവിധം ആരാധന നടക്കുകയാണ്. ജനങ്ങൾ ജാതിമത ഭേദങ്ങൾ മറന്നാണ് ആരാധന നടത്തുന്നത്. സന്യാസിയോട് ബാബ കോപിച്ചെങ്കിലും സന്യാസിക്ക് ബാബയോട് അതിയായ ആദരവുണ്ടായിരുന്നതിനാൽ അവിടുന്ന് പോയില്ല. അദ്ദേഹം ഷിർദിയിൽ 2 ദിവസങ്ങൾ കൂടി താമസിച്ചപ്പോൾ മദിരാശിയിൽ നിന്ന് അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് ഒരു കത്തു കിട്ടി. അദ്ദേഹത്തിന് ഉടനെ അമ്മയുടെ അടുക്കലെത്തണമെന്നുണ്ടായിരുന്നെങ്കിലും ബാബയുടെ അനുവാദമില്ലാതെ പോകാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം കത്തും കയ്യിൽ വെച്ച് നാട്ടിലേക്ക് പോകാൻ ബാബയുടെ അനുവാദം ചോദിക്കാൻ ചെന്നു. അദ്ദേഹത്തിന്റെ ഭാവി മനസ്സിലാക്കിയ സർവാന്തര്യാമിയായ ബാബ, അമ്മയെ നിനക്കിത്രമാത്രം സ്നേഹമാണെങ്കിൽ നീ എന്തിന് സന്യാസം സ്വീകരിച്ചു? കാവ്യവസ്ത്രത്തിന് സ്നേഹബന്ധം കൊള്ളില്ല. നീ താമസ സ്ഥലത്തു പോയി കുറച്ചു ദിവസം സമാധാനമായിരിക്കണം. വാടയിൽ പല കൊള്ളക്കാരുമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വാതിൽ ബന്ധിച്ചിരിക്കണം. അല്ലെങ്കിൽ എല്ലാം കൊള്ളയടിച്ചു പോകും. സമ്പത്തും സ്ഥാനമാനങ്ങളുമെല്ലാം ക്ഷണികമാണ്. ദേഹം നാശത്തിനും മരണത്തിനും വിധേയമാണ്. അതറിഞ്ഞ് ഇഹത്തിലെയും പരത്തിലെയും കാര്യങ്ങളിൽ ആസക്തിയില്ലാതെ നീ നിന്റെ കർമ്മം നിർവഹിച്ചാലും. അങ്ങനെ സർവവും ഹരിപാദങ്ങളിൽ അർപ്പിച്ച് യാതൊരുവൻ ഇപ്രകാരം ചെയ്യുന്നുവോ അവൻ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചിതനായി പരമാനന്ദം പ്രാപിക്കും. തന്നോട് പ്രേമഭക്തികളോടുകൂടി ധ്യാനിക്കുന്നവനെ രക്ഷിക്കാൻ ഭഗവാൻ അവന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നു. നിന്റെ പൂർവജന്മ സുഹൃതങ്ങളുടെ ആധിക്യം കൊണ്ടാണ് നീ ഇവിടെ വന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിക്കുക. നിന്റെ ജീവിതത്തിന്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലാക്കിയാലും നീ നിരാഗ്രഹിയായി നാളെ മുതൽ ഭാഗവത പാരായണം തുടങ്ങണം. ഭഗവാൻ സന്തോഷിച്ച് നിന്റെ സങ്കടങ്ങൾക്കെല്ലാം നിവൃത്തിയുണ്ടാക്കും. നിന്റെ വ്യാമോഹങ്ങൾ നശിച്ച് മനഃശാന്തി കൈവരും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അന്ത്യകാലം മനസ്സിലാക്കിയ ബാബ മൃത്യുദേവനെ പ്രീതിപ്പെടുത്താനായി രാമവിജയം വായിക്കാനും പറഞ്ഞു.
അടുത്ത ദിവസം പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് അദ്ദേഹം ലെണ്ടി തോട്ടത്തിലിരുന്ന് ഭാഗവതം വായന തുടങ്ങി. 2 സപ്താഹം അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വളരെ ക്ഷീണിതനായി. അദ്ദേഹം വാടയിലേക്ക് മടങ്ങി വന്ന് 2 ദിവസം കൂടി അവിടെ കൂടിയതിൽ പിന്നെ 3-ാം ദിവസം ഫക്കീർ ബാബയുടെ മടിയിൽ തലവെച്ച് കിടന്ന് അന്ത്യശ്വാസം വലിച്ചു. പിന്നീട് പോലീസ് അന്വേഷണം കഴിച്ച് ശവം മറവ് ചെയ്യാൻ അനുവദിച്ചു. മൃതദേഹം എല്ലാ ചടങ്ങുകളോടും കൂടി വേണ്ടും വിധം സംസ്കരിച്ചു. ഇങ്ങനെ ബാബ സന്യാസിയെ സഹായിച്ച് സൽഗതി കൊടുത്തു. 2. ബാലറാം മങ്കാർ. ബാബയ്ക്ക് ബാലറാം എന്നു പേരായ ഗൃഹനാഥനായ ഒരു ഭക്തനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ മരിച്ചതിൽ പിന്നെ വീട്ടുകാര്യങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ച് അയാൾ ഷിർദിയിൽ സ്ഥിര താമസമാക്കി. അയാളുടെ ഭക്തി കണ്ട് ബാബയ്ക്ക് അയാൾക്ക് സൽഗതി കൊടുക്കണമെന്ന് തോന്നി ഇപ്രകാരം ചെയ്തു. ബാബ അയാൾക്ക് 12 കാ കൊടുത്ത് സറ്റാറ ഡിസ്ട്രിക്റ്റിലെ മച്ചീന്ദ്രഗതയിൽ പോയി താമസിക്കാൻ പറഞ്ഞു. മങ്കാർക്ക് ബാബയെ പിരിഞ്ഞു താമസിക്കാൻ ആദ്യം മനസ്സു വന്നില്ല. പക്ഷെ ബാബ അയാളെ ഗദയിൽ വെച്ച് ദിവസം 3 പ്രാവശ്യം ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തി. ബാബയുടെ വാക്കുകളിൽ വിശ്വസിച്ച് മങ്കാർ ഗദയിലേക്ക് പോയി. അവിടെ ആരോഗ്യകരമായ കാലാവസ്ഥയും നല്ല വെള്ളവും മറ്റു ചുറ്റുപാടുകളും അയാൾക്ക് ഇഷ്ടപ്പെടുകയും ബാബ പറഞ്ഞതുപ്രകാരം അയാൾ അവിടെ ധ്യാനിക്കാൻ തുടങ്ങുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു അനുഭവമുണ്ടായി. സാധാരണ ഭക്തന്മാർക്ക് സമാധിസ്ഥരാകുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ മങ്കാറുടെ കാര്യത്തിൽ സാധാരണ നിലയിൽ ജാഗ്രതയിൽ തന്നെയാണ് അനുഭൂതിയുണ്ടായത്. ബാബ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മങ്കാർ അദ്ദേഹത്തെ കണ്ടെന്നു മാത്രമല്ല, അയാളെ അങ്ങോട്ടയച്ചത് എന്തിനാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ബാബ അതിനു ഇപ്രകാരം മറുപടി പറഞ്ഞു: ഷിർദിയിൽ വെച്ച് നിന്റെ മനസ്സിൽ പലതരം വിചാരങ്ങളും പരിപാടികളും ഉദയം ചെയ്തതു കാരണം നിനക്ക് മനഃശാന്തി കൈവരുത്താനായാണ് ഞാൻ ഇങ്ങോട്ടയച്ചത്. നീ കരുതിയത് ഈ കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായ ഒരു ദേഹം മാത്രമാണ് ഞാനെന്നും ഷിർദിയിൽ മാത്രമുള്ള ഒരു വ്യക്തിയാണെന്നുമാണ്. ഞാൻ മറ്റെങ്ങുമില്ലെന്നും നീ ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ നോക്കി തീരുമാനമെടുത്താലും ഷിർദിയിൽ കാണുന്ന അതേ വ്യക്തി തന്നെയാണോ ഇവിടെയും കാണുന്നതെന്ന് അത് മനസ്സിലാക്കി തരാനാണ് നിന്നെ ഞാൻ ഇങ്ങോട്ടയച്ചത്. ബാബ പറഞ്ഞ അവധി കഴിഞ്ഞ ശേഷം മങ്കാർ ഗദ്ദയിൽ നിന്നും സ്വന്തം നാടായ ബാന്ദ്രയിലേക്ക് പോയി. അയാൾക്ക് പൂനെയിൽ നിന്ന് ദാദറിലേക്ക് തീവണ്ടി മാർഗം യാത്ര ചെയ്യണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ ചെന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വലിയ ജനത്തിരക്കായിരുന്നു. ടിക്കറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. അപ്പോൾ ലങ്കോട്ടി മാത്രം ഉടുത്ത് കമ്പിളിയും ചുമലിലിട്ടുകൊണ്ട് ഒരു ഗ്രാമീണൻ അടുത്തു വന്ന് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. മങ്കാർ ദാദറിലേക്കാണെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ടിക്കറ്റ് എടുത്തോളൂ, എനിക്കിവിടെ കുറച്ച് അടിയന്തര കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ദാദർ യാത്ര റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മങ്കാർക്ക് ടിക്കറ്റ് കൊടുത്തു. അയാൾ വളരെ സന്തുഷ്ടനായി. പണം പോക്കറ്റിൽ നിന്നെടുത്തു കൊടുക്കാൻ നോക്കുമ്പോഴേക്കും ഗ്രാമീണൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. അയാൾ ഗ്രാമീണനെ അവിടെ മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും കണ്ടുകിട്ടിയില്ല. വണ്ടി പോകാറാവും വരെ കാത്തുനിന്നിട്ടും ആളെ കണ്ടില്ല. ഇത് വളരെ വിചിത്രമായ തരത്തിൽ മങ്കാർക്ക് കിട്ടിയ 2ാമത് അനുഭവമായിരുന്നു. പിന്നീട് മങ്കാർ നാട്ടിൽ പോയി ഷിർദിയിലേക്ക് തന്നെ മടങ്ങി വന്നു. ബാക്കി കാലം മുഴുവൻ ബാബയുടെ കൽപ്പനകൾ അനുസരിച്ചും അദ്ദേഹത്തെ സേവിച്ചും കഴിച്ചുകൂട്ടി. അവസാന കാലം ബാബയുടെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അന്ത്യശ്വാസം വലിക്കുവാനുള്ള മഹാഭാഗ്യവും അയാൾക്കുണ്ടായി. 3. താത്യ സാഹേബ് നൂൽക്കർ. ഹേമത് പാന്ത് താത്യ സാഹേബ് നൂൽക്കർ ഷിർദിയിൽ അന്ത്യശ്വാസം വലിച്ചു എന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും പറയുന്നില്ല. സായി ലീല മാസികയിൽ വന്ന ഒരു ചുരുക്ക വിവരം ഇവിടെ പറയാം. 1909 താത്യ സാഹേബ് പന്തർപൂരിലെ സബ് ജഡ്ജി ആയിരുന്നു. അക്കാലത്ത് അവിടുത്തെ മാംലത്ദാർ അഥവാ സബ് കലക്ടർ നാനാ സാഹേബ് ചന്ദോർക്കർ ആയിരുന്നു. ഇരുവരും ഇടയ്ക്കിടയ്ക്ക് കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. താത്യ സാഹേബിന് ഋഷിമാരെ വിശ്വാസമില്ലായിരുന്നെങ്കിലും നാനാ സാഹേബിന് പലപ്പോഴും അതിയായ സ്നേഹാദരമായിരുന്നു. നാനാ സാഹേബ് പലപ്പോഴും നൂൽക്കറോട് സായിബാബയുടെ ലീലകളെപ്പറ്റി പറയുകയും ബാബയെ ചെന്നു കാണാൻ പ്രേരിപ്പിക്കുകയും പതിവായിരുന്നു. അവസാനം 2 വ്യവസ്ഥകളിൽ അയാൾ ഷിർദിക്ക് പോവാൻ സമ്മതിച്ചു. 1. അയാൾക്ക് ബ്രാഹ്മണനായ ഒരു വെപ്പുകാരൻ വേണം. 2. കാണിക്ക കൊടുക്കാൻ നല്ല നാഗ്പൂർ മധുരനാരങ്ങ കിട്ടണം. ഈ 2 വ്യവസ്ഥകളും ദൈവഗത്യ സാധിച്ചു. നാനാ സാഹേബിന്റെ അടുക്കൽ ജോലി അന്വേഷിച്ചു വന്ന ഒരു ബ്രാഹ്മണനെ നൂൽക്കാർക്ക് അയച്ചു കൊടുത്തു. ഒരു അജ്ഞാതൻ താത്യ സാഹേബിന് 100 നല്ല നാരങ്ങകൾ പാഴ്സലായി അയച്ചു കൊടുത്തു.
വ്യവസ്ഥകൾ പൂർത്തീകരിച്ചപ്പോൾ താത്യാ സാഹിബിന് ഷിർദിയിൽ പോകേണ്ടി വന്നു. അയാളെ കണ്ടപ്പോൾ ആദ്യം ബാബ വല്ലാതെ കോപിച്ചു. പക്ഷെ ക്രമേണ പലതരം അനുഭവങ്ങൾ ഉണ്ടായതിനാൽ താത്യാ സാഹിബിന് ബാബ ദൈവാവതാരമാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ബാബയിൽ ആകൃഷ്ടനായി അയാൾ മരണം വരെ ഷിർദിയിൽ തന്നെ താമസിച്ചു. അവസാന നിമിഷങ്ങളിൽ പുണ്യഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ വായിപ്പിച്ചു കേൾപ്പിക്കുകയും ബാബയുടെ പാദതീർത്ഥം സേവിക്കാൻ കൊടുക്കുകയും ചെയ്തു. അയാളുടെ മരണവാർത്ത കേട്ട് ബാബ പറഞ്ഞു, "ഓ, താത്യ നമ്മുടെ മുന്നിൽ പോയി. അവൻ ഇനി വീണ്ടും ജനിക്കില്ല." 4. മേഘ. മേഘയുടെ കഥ 28-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മേഘ മരിച്ചപ്പോൾ ഗ്രാമവാസികളെല്ലാം മരണഘോഷയാത്രയിൽ പങ്കെടുത്തു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ബാബയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെ ബാബയെ കഥനഭാരത്തിൽ മുഴുകിക്കണ്ടു. പിന്നീട് ശവശരീരം പൂക്കളിട്ട് മൂടി ഒരു ഉറ്റ ബന്ധുവെ പോലെ കരഞ്ഞുകൊണ്ട് ബാബ മസ്ജിദിലേക്ക് മടങ്ങി. പല ഋഷിമാരും ജനങ്ങൾക്ക് സൽഗതി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ബാബയുടെ സമ്പ്രദായം അനിതര സാധാരണവും മഹത്വമേറിയതുമാണ്. ഒരു ക്രൂരമൃഗമായ പുലി പോലും ബാബയുടെ അടുക്കൽ സൽഗതിക്ക് വരികയുണ്ടായി. ഈ കഥ ഇനി അടുത്തു പറയാം. 5. പുലി. ബാബയുടെ മഹാസമാധിക്ക് 7 ദിവസങ്ങൾക്ക് മുമ്പ് ഷിർദിയിൽ ഒരു വിസ്മയാവഹമായ സംഭവം നടന്നു. ഒരു കാളവണ്ടി വന്ന് മസ്ജിദിന് മുന്നിൽ നിന്നു. അതിനുള്ളിൽ ഒരു പുലിയെ ചങ്ങലക്കിട്ട് കെട്ടിയിരുന്നു. തന്റെ ഭീകരമായ മുഖം വണ്ടിക്കു പിന്നിലേക്ക് തിരിച്ചായിരുന്നു അതിന്റെ കിടപ്പ്. അത് എന്തോ അസഹ്യമായ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സൂക്ഷിപ്പുകാരായ 3 ദേവർഷി മുസ്ലിങ്ങൾ അതിനെ പല സ്ഥലത്തും കൊണ്ടുനടന്ന് പ്രദർശിപ്പിച്ച് പണം സമ്പാദിക്കുകയായിരുന്നു. അവരുടെ ഉപജീവനമാർഗം പുലിയായിരുന്നു. അതിന്റെ സുഖക്കേടു മാറ്റാൻ അവർ പലതും പരീക്ഷിച്ചു നോക്കിയിട്ടും വിഫലമായി. ഒടുവിൽ അവർ ബാബയുടെ പ്രശസ്തി കേട്ടു മൃഗവുമായി അവിടെ എത്തിയതാണ്. അവർ അതിനെ വണ്ടിയിൽ നിന്നിറക്കി വാതിൽക്കൽ നിർത്തി. സ്വതവേ ഭയങ്കരനായ മൃഗം, പോരെങ്കിൽ സുഖക്കേടും. അതുകാരണം അത് അത്യധികം വെപ്രാളപ്പെട്ടുകൊണ്ടിരുന്നു. ജനങ്ങൾ അതിനെ ഭയത്തോടും അതിശയത്തോടും കൂടി നോക്കിക്കൊണ്ടിരുന്നു. സൂക്ഷിപ്പുകാർ അകത്തുപോയി ബാബയോട് പുലിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞ് അനുവാദം വാങ്ങി. പുലിയെ ബാബയുടെ മുന്നിൽ കൊണ്ടുവന്നു. മസ്ജിദിന്റെ ഒതുക്കിന്റെ അടുത്തെത്തിയപ്പോൾ ബാബയുടെ പ്രഭ കണ്ടതോടുകൂടി ആ ജീവി പരിഭ്രമിച്ച് തല താഴ്ത്തി നിന്നു. ബാബയും പുലിയും അന്യോന്യം കണ്ടതോടുകൂടി അത് ഒതുക്കിന്മേൽ കയറി ബാബയെ സ്നേഹഭാവത്തോടുകൂടി നോക്കി നിന്നു. എന്നിട്ട് വാലിന്റെ അഗ്രം പൊക്കി നിലത്ത് 3 അടിയടിച്ചിട്ട് അത് ചത്തുവീണു. പുലി ചത്തുപോയത് കണ്ടപ്പോൾ സൂക്ഷിപ്പുകാർക്ക് ആദ്യം നിരാശ തോന്നിയെങ്കിലും പിന്നീട് അവർ ബുദ്ധിപൂർവം അതിനെപ്പറ്റി ആലോചിച്ചു. ആ മൃഗം സുഖക്കേടു പിടിച്ച് അവശനായ സ്ഥിതിക്ക് ബാബയുടെ പാദങ്ങളിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചത് വളരെ നന്നായി എന്നവർക്ക് ബോധ്യപ്പെട്ടു. അത് അവരുടെ കടക്കാരനായിരുന്നു. ആ കടം വീട്ടിയതോടുകൂടി അതിന് ബാബയുടെ പാദങ്ങളിൽ വെച്ച് ജീവിതം അവസാനിച്ചു കിട്ടി. ഏതു ജീവജാലമായാലും ഋഷീശ്വരന്മാരുടെ മുന്നിൽ കുമ്പിട്ട് ജീവിതം അവസാനിച്ചാൽ അവർക്ക് സൽഗതിയാണ്. മുജ്ജന്മ സുഹൃതം കൊണ്ടല്ലാതെ അവർക്കിങ്ങനെ സന്തോഷകരമായ അവസരം കൈവരുന്നതല്ല. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.